ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ, തൊഴിലവസരങ്ങളെ കുറിച്ചിട്ടാണോ. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്താ, ജോബ് അപ്ഡേറ്റ്സ് ഡെയിലി ഇടുന്നൊരു ചാനലാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ജോബ് അപ്ഡേറ്റ്സിൽ ഡെയിലി തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം അത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോക്കാം. CISF എന്താണ്? CISF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലേ. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ 1124 വാക്കൻസീസ് വന്നിരിക്കുകയാണ്. കോൺസ്റ്റബിളുടെ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ വിവിധ കോൺസ്റ്റബിൾ തസ്തികകളിലേക്ക് ഉടൻ വിജ്ഞാപനമാവും. ഓക്കെ, കോൺസ്റ്റബിൾ കം ഡ്രൈവർ, കോൺസ്റ്റബിൾ കം ഓപ്പറേറ്റർ, ഡ്രൈവർ ഫോർ ഫയർ സർവീസസ് എന്നീ വിഭാഗങ്ങളിലാണ് 1124 ഒഴിവുകളാണ്. പുരുഷന്മാർക്കാണ് കേട്ടോ അപേക്ഷിക്കാൻ പറ്റുക. ഓൺലൈനായിട്ട് ഫെബ്രുവരി 3 മുതൽ മാർച്ച് 4 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ അപേക്ഷ തുടങ്ങുന്നത് തന്നെ ഫെബ്രുവരി 3 മുതലാണ്, മാർച്ച് 4 വരെ. അപ്പോൾ മാർച്ച് 4 ആവട്ടെ എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല, അപ്പോഴേക്കും സൈറ്റൊക്കെ ബിസി ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇത് കണ്ട ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ വേക്കൻസീസ് 1124 പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ കം ഡ്രൈവർ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ. ജോബ് ലൊക്കേഷൻ എവിടെയാണ്? എനിവർ ഇൻ ഇന്ത്യ. സാലറി അല്ലെങ്കിൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 21,700 തൊട്ട് 69,100 രൂപ വരെയാണ് അല്ലേ. എലിജിബിലിറ്റി എന്താണ്? മെയിൽ. അതുപോലെ തന്നെ എന്താണ്? ജെൻഡർ മെയിലാണ്. എലിജിബിലിറ്റി പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് ജയം തത്തുല്യം ഹെവി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്നുണ്ട്. 3 വർഷ ഡ്രൈവിംഗ് പരിചയവും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേക്കൻസീസ് 1124 ടോട്ടൽ വേക്കൻസീസ് എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടായിട്ടാണ്. 845 വേക്കൻസി കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഡ്രൈവറിനും 279 വേക്കൻസി കോൺസ്റ്റബിൾ ഡ്രൈവർക്കും പമ്പ് ഓപ്പറേറ്ററിനുമാണ്. അങ്ങനെയാണ് 1124 വേക്കൻസീസ് ആവുന്നത്. രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെയിം ആണ് വേണ്ടത്. 10th പാസും HMV എന്ന് പറഞ്ഞാൽ ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലേ, ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസും ആവശ്യമാണെന്നുള്ളതാണ്. 3 വർഷം ഡ്രൈവിംഗ് പരിചയം കൂടി പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് രീതി എന്തൊക്കെയാണ്? ആദ്യം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷമാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്, പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ്, ഫൈനലി ഒരു മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ശാരീരിക അളവ് പരിശോധന, ശാരീരിക ക്ഷമതാ പരിശോധന, അതാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ വരുന്നത്. വൈദ്യ പരിശോധന, കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എഴുത്ത് പരീക്ഷ എന്നിവ മുഖേനയാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് 5 എക്സാമുകളാണ്: ഡ്രൈവിംഗ് ടെസ്റ്റ്, റിട്ടേൺ എക്സാം, ഫിസിക്കൽ ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് ഫൈനലി ദ മെഡിക്കൽ ടെസ്റ്റ്. നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് 800 മീറ്റർ ഓട്ടവും ലോങ് ജമ്പും ഹൈ ജമ്പും ആണ്. ഓക്കെ, 800 മീറ്ററിൽ വരുന്നത് 800 മീറ്റർ ഓട്ടം എത്രയാണ് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? 3 മിനിറ്റും 15 സെക്കൻഡും ആണ്. ലോങ് ജമ്പിൽ 3 അറ്റംപ്റ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, 11 ഫീറ്റ് ആണ്. ഹൈ ജമ്പ് 3 ഫീറ്റ് 6 ഇഞ്ചസ് ആണ്. 3 അറ്റംപ്റ്റ്സ് ആണ് അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ശാരീരിക യോഗ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉയരം വന്നിട്ട് 167 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. അർഹർക്ക് അതിൻ്റേതായ ഇളവുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ നെഞ്ചളവ് പറയുന്നത് 80 to 85 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. പിന്നെ SC/ST ആണെങ്കിൽ 78 to 83 സെൻറ്റിമീറ്റർ, ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 76 to 81 സെൻറ്റിമീറ്ററാണ് പറയുന്നുള്ളൂ. അപ്പോൾ പ്രധാന തീയതികൾ മറക്കാതിരിക്കുക. നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 3, 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റും 3 ഫെബ്രുവരി 2025. ലാസ്റ്റ് ഡേറ്റ് 4 മാർച്ച് 2025. ഫീ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റും 4 മാർച്ച് 2025 ആണ്. എക്സാം ഡേറ്റ് നോട്ടിഫൈ സൂൺ. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ EWS OBCക്ക് 100 രൂപ, SC/ST കാറ്റഗറിക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ഇല്ല. SBI ചലാൻ ഉപയോഗിച്ച് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് https.cis.cisf.gov.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.